ഉർവശി ശാപം ഉപകാരമായി എന്നൊരു ചൊല്ല് എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഇത് മഹാഭാരതത്തിൽ ഉർവശി അർജുനനെ ശപിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു ചൊല്ലാണ്. അർജുനൻ ഇന്ദ്രന്റെ ക്ഷണപ്രകാരം ദേവലോകത്തെത്തുകയും അവിടെ ജീവിക്കുകയും ദേവന്മാരിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങളൊക്കെ സ്വന്തമാക്കുകയും സംഗീതവും നൃത്തവും അഭ്യസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കഥ. ഒരു ദിവസം ഇന്ദ്രസദസ്സിൽ വെച്ച് ഉർവശി നൃത്തം ചെയ്യുന്നത് അർജുനൻ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻ മനസ്സിലാക്കുകയും ഇന്ദ്രൻ ഉർവശിയെ അർജുനന്റെ അടുക്കലേക്ക് അയക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അർജുനന്റെ അരികിലെത്തിയ ഉർവശി തന്നെ സ്വീകരിക്കണമെന്ന് അർജുനനോട് പറയുമ്പോൾ ഉർവശിയെ താൻ മാതാവിന്റെ സ്ഥാനത്താണ് കാണുന്നതെന്നും മാതാവിനോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് വളരെ കൗതുകപൂർവം താങ്കളുടെ നൃത്തത്തെ ഞാൻ വീക്ഷിച്ചതെന്നും അർജുനൻ പറയുന്നു. എന്നാൽ ഉർവശി അർജുനനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും ഉർവശിയുടെ പ്രണയം അർജുനൻ നിരസിക്കുന്നതോടുകൂടി കോപിഷ്ഠയായ ഉർവശി അർജുനനെ ശപിക്കുന്നു. നീ സ്ത്രീകൾക്കിടയിൽ നപുംസകമായി ജീവിക്കട്ടെ എന്നും സ്ത്രീകളെ നൃത്തം അഭ്യസിപ്പിച്ച് കഴിയാൻ ഇടവരട്ടെ എന്നുമായിരുന്നു അർജുനന് ഉർവശി നൽകിയ ശാപം. അർജുനൻ ഈ ശാപം കേട്ട് വളരെ സങ്കടത്തിലായി എങ്കിലും ഇന്ദ്രൻ വന്ന് ഇത് ഭാവിയിൽ നിനക്ക് ഉപയോഗപ്പെടും, ഗുണകരമാകും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ ശാപമാണ് അജ്ഞാതവാസകാലത്ത് വിരാട രാജധാനിയില് അർജുനനും പാണ്ഡവർക്കും ഒളിവിൽ കഴിയാൻ സഹായകമായതും ഈ സമയത്ത് ബൃഹന്തള എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വേഷത്തിൽ, നപുംസകത്തിന്റെ വേഷത്തിൽ അർജുനൻ ഉത്തര രാജകുമാരിയെ നൃത്തം പഠിപ്പിച്ച് വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ കഴിയുകയും ചെയ്യുന്നത്. ഉർവശിയുടെ ശാപം അർജുനന് ഉപകാരമായി ഭവിച്ചത് ഇങ്ങനെയാണ്. ഉർവശി ശാപം ഉപകാരമായി എന്നൊരു ചൊല്ല് എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഇത് മഹാഭാരതത്തിൽ ഉർവശി അർജുനനെ ശപിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു ചൊല്ലാണ്. അർജുനൻ ഇന്ദ്രന്റെ ക്ഷണപ്രകാരം ദേവലോകത്തെത്തുകയും അവിടെ ജീവിക്കുകയും ദേവന്മാരിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങളൊക്കെ സ്വന്തമാക്കുകയും സംഗീതവും നൃത്തവും അഭ്യസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കഥ. ഒരു ദിവസം ഇന്ദ്രസദസ്സിൽ വെച്ച് ഉർവശി നൃത്തം ചെയ്യുന്നത് അർജുനൻ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻ മനസ്സിലാക്കുകയും ഇന്ദ്രൻ ഉർവശിയെ അർജുനന്റെ അടുക്കലേക്ക് അയക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അർജുനന്റെ അരികിലെത്തിയ ഉർവശി തന്നെ സ്വീകരിക്കണമെന്ന് അർജുനനോട് പറയുമ്പോൾ ഉർവശിയെ താൻ മാതാവിന്റെ സ്ഥാനത്താണ് കാണുന്നതെന്നും മാതാവിനോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് വളരെ കൗതുകപൂർവം താങ്കളുടെ നൃത്തത്തെ ഞാൻ